ഹലോ ഫ്രണ്ട്സ്, ചെമ്മീനെ പോലെ വരാനിരിക്കുന്ന കഥയിലേക്ക് ഏവരെ സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത് ശരത്തിനെ കൂട്ടിക്കൊണ്ട് വന്ന് ക്ഷമയൊക്കെ പറയുവാണ്. ശരത്ത് അമ്മയോടും സച്ചിയോടും എല്ലാം ക്ഷമ പറയുന്നൊരു സീനാണ് നമ്മൾ കാണുന്നത്. പിന്നെ കാണിക്കുന്ന ഇനി വരാനിരിക്കുന്ന സീനിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും മീരയും ചേർന്ന് സംസാരിക്കുകയാണ്. ശ്രുതിയും മീരയും സംസാരിക്കുമ്പോഴത്തേക്ക് പറയാം, എന്നാലും എന്തുകൊണ്ടാണ് ആൻറ്റി ഈ കേസിൽ നിന്ന് പിന്മാറിയത് എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ശ്രുതി. ഭയങ്കര കൺഫ്യൂഷനിലാണ്. അപ്പം മീര പറയും, അതിപ്പം ആ ചെറുക്കൻ പാവാന്ന്, അല്ല ആ ചെറുക്കൻ്റെ ഭാവി ഒന്ന് പോകരുത്, അവൻ്റെ വിദ്യാഭ്യാസവും കാര്യങ്ങളില്ല, മാത്രമല്ല ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയം അവനല്ലേ, അതൊക്കെ ഓർത്തിട്ടായിരിക്കും എന്നൊക്കെ പറയുക. ഇല്ല ആൻറ്റി, അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല, ഞങ്ങൾ പോയി പറഞ്ഞു. കാരണം അതായത് നമ്മുടെ സച്ചിൻ രേവതിയും പറഞ്ഞു, അതുപോലെ അവരുടെ അമ്മയെല്ലാം പറഞ്ഞു, അതുപോലെ ഞങ്ങൾ പോയി പറഞ്ഞു, മാത്രമല്ല അങ്കിൾ വരെ പോയി പറഞ്ഞു. ഇവരാരും പറഞ്ഞിട്ട് കേൾക്കാത്ത ആൻറ്റി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇത് കേൾക്കാതിരുന്നിട്ട് പിന്നെ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വേറെ എന്തോ കളി നടന്നിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ് എന്ന് പറയണം. മീര പറയും, എന്താണെങ്കിലും കുഴപ്പമില്ല, ഇപ്പം പണിയെല്ലാം നിനക്ക് തന്നെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ശരിയാ, പണിയെല്ലാം വന്നിട്ടുണ്ടെന്ന് പറയുക സച്ചി. ഇപ്പം മീര പറയുക, ഇപ്പം സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ അവർക്ക് റൊമാൻസിൻ്റെ കാലഘട്ടമാണ്. പഴയതിനെക്കാട്ടും കൂടുതൽ അത് റൊമാൻസ് വരുന്നുണ്ട്. അത് നല്ല സൂപ്പറാന്ന് പറയുമ്പോഴത്തേക്ക് എടി മീരെ ആവശ്യമില്ലാത്ത പറയുന്നുണ്ട്. ഒന്നാമത് ഞാൻ കലി വന്നിരിക്കുക, ഒന്നാമത്തെ കാര്യം ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് നീ അവരുടെ വിശേഷങ്ങളൊന്ന് പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നേക്കരുതെന്ന് പറയുകയാണ്. എടി അവർ നല്ല കപ്പിൾസ് അല്ലേ, അവർ പിന്നെയും ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അവരെക്കുറിച്ച് പറയാണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്ക് എടി ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നല്ല ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പോൾ എങ്ങനെയാണ് ആൻറ്റി ഇത് പിന്മാറിയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്കൊരു കോൾ വരികയാണ്. ശ്രുതിക്ക് കോൾ എന്ന് പറഞ്ഞാൽ ആൻ്റണി വിളിക്കാം. എന്താ ആൻ്റണി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, എന്താ ആൻ്റണി എന്നോ, ഞാൻ പറഞ്ഞ ക്യാഷ് അറേഞ്ച് ചെയ്തെന്ന് ചോദിക്കുക. ക്യാഷോ? അതെ, ഇവനിവിടുത്തെ കിടന്ന് ചാകത്തുള്ളൂ, ചത്ത് കഴിഞ്ഞാൽ പോലീസ് നിന്നെ കൊണ്ടുപോകും. പോലീസ് നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അറിയാലോ അവസ്ഥ, ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് ക്യാഷ് അറേഞ്ച് ചെയ്ത് തരുന്നത് നല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, എൻ്റെ അത്രയും ക്യാഷ് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയുക, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, നിങ്ങൾ എവിടെ നിന്നും ക്യാഷ് ഉണ്ടാക്കുക, അതിനനുസരിച്ച് ഇവനെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ഇപ്പം നീ ഉത്തരവാദിത്തം, നീ പറഞ്ഞിട്ട് ചെയ്താണ്, അതുകൊണ്ട് നീ തന്നെ അത് അറേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ശരി ഞാൻ എങ്ങനെയും ചെയ്യാമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പം മീര പറയുവാണ്, ഇതിപ്പം കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ലാത്തൊരവസ്ഥയാണല്ലോ, നിൻ്റെ ജീവിതത്തിൽ അവൻ കയറി വന്നിട്ട്, അതായത് ആൻ്റണി കയറി വന്ന് വളരെ രീതിയിൽ ഇത് നിന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ആൻ്റണിയും കൂടി ചേർന്നിട്ടുണ്ട്, എല്ലാവരും കൂടി ചേർന്ന് നിൻ്റെ ജീവിതം ഇല്ലാതാക്കും. മര്യാദയ്ക്ക് ഒരു കാര്യം ചെയ്യും, ആൻ്റണി അങ്ങോട്ട് ആൻ്റണി തട്ടിക്കളയുമ്പോഴത്തേക്ക് ആൻ്റണി അല്ല നവീൻദാസിനെ അങ്ങോട്ട് അതാകുമ്പോഴത്തേക്ക് ഈ വിഷയത്തിൻ്റെ എല്ലാം മാറ്റം ഉണ്ടാവില്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് എടി നീ ആവശ്യമില്ലാതെ പറയരുത്, ഒന്നാമത്തെ കാര്യം എങ്ങനെ പറഞ്ഞാലും ഞാൻ ജയിലിൽ പോട്ടെ, നവീൻദാസ് ചെത്തെന്ന് പറഞ്ഞാലും ഞാൻ ജയിലിൽ പോകേണ്ട വരത്തില്ലേ നിൽക്കണം, അത് ശരിയല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അടുത്ത സീൻ കാണിക്കുന്നത്. രേവതിയും സച്ചിയും ശരത്തും ലക്ഷ്മിയും ദേവും എല്ലാം കൂടി ചേർന്ന് ചന്ദ്രമതിയെ കാണാൻ വരുവാണ്. അങ്ങനെ ചന്ദ്രമതിയെ കാണാൻ വന്ന് വീട്ടിൽ വന്ന് ബാമയുടെ വീട് തുറന്ന് അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കാണ് ചന്ദ്രമതിയോട് പറയും, അമ്മ ഞങ്ങൾ വന്ന്, അതായത് സച്ചി പറയണം, അമ്മ ഞങ്ങൾ വന്നത് അമ്മ കേസൊക്കെ പിൻവലിച്ചല്ലോ, വളരെ സന്തോഷം, അതിലെല്ലാവരും കുറിച്ചൊന്ന് മാപ്പൊക്കെ പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയാം. ഉടനെ മാപ്പ് പറയാനോ, നിങ്ങൾ ചെയ്ത തെറ്റ്, അതായത് ശരത്ത് ചെയ്ത തെറ്റ് പൊറുക്കാൻ പറ്റുന്ന തെറ്റാണോ, അങ്ങനെ നിങ്ങൾ പറയുന്നതനുസരിച്ച് മാപ്പ് തന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ശരിയാകുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അതല്ല ഇപ്പം അമ്മ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എന്നിരുന്നാൽ ഞാൻ പോലും അവൻ അറിയാണ്ട് ചെയ്തു പോയ തെറ്റല്ലേ എന്നൊക്കെ ലക്ഷ്മി പറയാണ്. അറിയാണ്ട് ചെയ്തോ, ഇത് കരുതിക്കൂട്ടി എന്നെ പ്ലാൻ ചെയ്ത് എന്നെ കൊല്ലാൻ വേണ്ടി, കാരണം അവൻ തള്ളിയിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്ത തെറ്റാണ്, അതൊന്നും എന്നെക്കൊണ്ട് പൊറുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ രേവതി പറയുക, ആൻറ്റി ഇതിപ്പം അല്ല അമ്മ ഇതിലത് തെറ്റൊക്കെ ശരി, അവൻ ചെയ്ത തെറ്റ് ആണ്, പക്ഷെ അവനെ നിങ്ങൾ പുറത്താൽ മാത്രമേ അവനൊരു ജീവിതത്തിലൊരു ഉന്നത സ്ഥാനത്ത് എത്താൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ ശപിക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക്, ഞാൻ ശപിക്കാനൊന്നുമില്ല, പക്ഷേ ഞാൻ പൊറുക്കാനുള്ള ഇതൊന്നും കാണിക്കത്തില്ല എന്ന് പറയണം. അവൻ ദൈവം പറയുവാണ്, ആൻറ്റി ഇത് അവൻ ചെയ്ത തെറ്റല്ല, കാരണം അവൻ്റെ കൂടെ നിന്ന് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച ആൻ്റണി എന്ന് പറഞ്ഞ ആൾ ചെയ്യിപ്പിച്ചെന്ന്, ആൻ്റണി എന്ന് ചെയ്യിപ്പിച്ചോ, പിന്നെ ഇള്ളപ്പിള്ളയല്ലേ ഇവനെ കൊണ്ട് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അവൻ പഠിച്ച കള്ളത്തരത്തിന് ആശാന ഇവന്നൊക്കെ പറയും. അവനെ സച്ചി പറയാം, എന്താണെങ്കിലും കുഴപ്പമില്ല ശരത്തെ നീ ക്ഷമ ചോദിക്കുന്ന പറയാം. ശരത്ത് വന്ന്, ആൻറ്റി എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തു പോയ തെറ്റിന് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ആവർത്തിക്കത്തില്ല, എനിക്ക് ആ സമയത്തുള്ളൊരു ദേഷ്യമുണ്ടായെന്ന് പറഞ്ഞാൽ പോലും ഞാനത് പൊറുക്കണമായിരുന്നു, അല്ല ഞാനതങ്ങനെ ചെയ്തു പോയി, ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല, നിങ്ങളെ ജീവിതത്തിലേക്കോ നിങ്ങളെ തെറ്റായിട്ട് ഒന്നും കടന്നു വരത്തില്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല എന്ന് പറഞ്ഞ് ശരത്ത് ക്ഷമ പറയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക്
സച്ചി പറയാണ്, ഓ എന്നെ പറയാനാ, ഈ കേസൊക്കെ നിങ്ങൾ ഈ കേസ് പിൻവലിക്കുന്ന നേരത്തെ പിൻവലിച്ചിട്ട് നല്ലതായിരുന്നല്ലോ, ഈ കേസ് പിൻവലിക്കാത്തതുകൊണ്ട് ഞങ്ങൾ 5 ലക്ഷം രൂപ വക്കീലിന് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ പെട്ടെന്ന് ചന്ദ്രമതിയും ബാമയും കൂടെ ഞെട്ടിപ്പോവുക. 5 ലക്ഷം രൂപയോ? അയ്യോ, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു 4 ലക്ഷം ഇവനോട് ഡയറക്റ്റായിട്ട് 4 ലക്ഷം ചോദിച്ചാൽ 3 ലക്ഷം എങ്ങനെ കിട്ടിയാനല്ലോ, ഇപ്പം 2 ലക്ഷം രൂപ ചോദിച്ചിട്ടുള്ളല്ലോ എന്നുള്ള രീതിയിൽ ബാമയും ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അത് ഞാൻ പറയാം, എന്തായാലും കുഴപ്പമില്ല, ഒന്ന് സച്ചി പറയാം, എല്ലാവരും അമ്മ ക്ഷമിച്ചിട്ടുണ്ട്, നിങ്ങൾ പൊക്കോ, മാപ്പപേക്ഷയെല്ലാം കഴിഞ്ഞില്ലേ, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞിടുമ്പോഴത്തേക്ക് ഇവൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി തിരിച്ചു വരിക, സച്ചിൻ രേവതി തിരിച്ചു വരിക. സച്ചി വരുന്നതനുസരിച്ച് രേവതി തിരിച്ചു വന്നിട്ട് പറയാം, പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞില്ല, അച്ഛൻ അവിടെ ബോറടിച്ചിരിക്കുക, വീട്ടിലേക്ക് വാ, അമ്മ വീട്ടിലേക്ക് ഉടനെ രേവതി പറയാം, അല്ല ചന്ദ്രമതി പറയാം, ഇനി ഞാൻ ആ വീട്ടിലേക്ക് വരത്തില്ല, എന്നെ വേണ്ടാന്ന് വെച്ച് വീട്ടിലേക്ക് ഞാൻ എന്തിനാ കയറി വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക്, അത് അമ്മ തന്നെയല്ലേ വന്നത്, ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ, അമ്മ തന്നെയല്ലേ വന്നത്. ഓ ഇല്ല, ഞാനിവിടെ ഇത്ര നാൾ നിന്നിട്ട് അയാൾക്ക് എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ, അയാൾ വന്ന് ശരത്തിന് മാപ്പ് കൊടുക്കണം, കേസ് പിൻവലിക്കണം എന്നല്ലേ ഞാൻ രവിയേട്ടൻ വന്നേ, അല്ലാതെ വന്നൊന്നുമില്ലല്ലോ എന്ന് പറയും. കാരണം ഞാൻ വരത്തില്ല, ആ വീട്ടിലേക്ക് വരത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ബാമയോടായിട്ട് സച്ചി പറയുകയാണ്, ആൻറ്റി അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകുന്നൊക്കെ പറയുന്നത്, കാരണം ഇപ്പം ബസ് കയറ്റി വിടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിപ്പോൾ ചെന്നിട്ട് വേണം ബസ് കയറ്റി വിടാൻ വേണ്ടി, കാരണം എന്താണെന്നറിയത്തില്ല, അമ്മ പണിങ്ങി വന്നുകൊണ്ട് അച്ഛന് ബോറടിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇനിയിപ്പം ഇങ്ങോട്ട് വരത്തില്ല, മാത്രമല്ല അമ്മ ഏതൊക്കെയാലും വരത്തില്ല, അതുകൊണ്ട് പോയി ഡൈവോഴ്സും കൂടെ ചെയ്തേക്കാന്നുള്ളൊരു പ്ലാനുണ്ട്. അതായത് അച്ഛൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അങ്ങനെ ഒരു 10-65 വയസ്സായപ്പോഴത്തേക്ക് അവൻ്റെ ഭാര്യ ഇച്ചിരി ശല്യമായിട്ട് നിൽക്കുമായിരുന്നു. മാത്രമല്ല വീട്ടിലൊന്നും വരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ബഹളം വഴക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ആ ഡൈവോഴ്സ് ചെയ്തു. അപ്പോൾ അച്ഛൻ ഇത് കേട്ടിട്ട് ഇങ്ങനെ ഇപ്പോൾ അച്ഛനിപ്പോൾ ഡിസിഷൻ എടുത്തേക്കുന്നത് ചിലപ്പോൾ ഡൈവോഴ്സ് കാണുമെന്നുള്ള തോന്നലാണ് തോന്നുന്നു. ഇപ്പോൾ അച്ഛൻ ഡൈവോഴ്സ് എടുക്കാൻ അല്ല അച്ഛന്മാരെ വീട്ടിൽ പോകാൻ നിൽക്കുക, ഏതൊക്കെയാലും ഞങ്ങൾ ചെന്നിട്ട് വേണം അതൊന്ന് ബസ് കയറ്റി വിടാൻ വേണ്ടി, അപ്പോൾ ഞങ്ങൾ പോട്ടെ എന്നുള്ള രീതിയിൽ പറയണം. ഉടനെ ചന്ദ്രമതിക്ക് ഭയങ്കര ആദി കൂടുക, സ്വന്തം ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചിട്ട് പോവോ എന്നുള്ള പേടിയായിപ്പോയി. ഉടനെ സച്ചിൻ രേവതി തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ട എന്തൊക്കെയാണ് ഈ പറഞ്ഞത്, കാരണം ഞാൻ അങ്കിൾ അങ്ങനെ ഒരു കാര്യം അല്ല, അച്ഛൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലോ എന്ന് പറഞ്ഞാൽ, എടി എന്താ ഡയറക്റ്റായിട്ട് വീട്ടിൽ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്ന ഞാൻ വരത്തില്ല, അമ്മ വരത്തില്ല, ഇതുപോലുള്ള ചെറിയ രീതിയിലുള്ള അടവെടുത്തത് മാത്രമേ അമ്മ വരത്തുള്ളൂ, ഇപ്പം കണ്ട തന്നെ വരും, ഓടി വരും, ഒന്നും നോക്കണ്ട, നമ്മളൊന്നും നോക്കണ്ട, അമ്മയുടെ അല്ല സർവമായ ജീവനും എടുത്തുകൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞു. ഉടനെ അകത്ത് നോക്കുമ്പോഴത്തേക്ക് ബാമയും ചന്ദ്രമതിയും സംസാരിക്കുമോ, അയ്യോ ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും ചെയ്യുമോ അദ്ദേഹം എന്ന് പറയുമ്പോഴത്തേക്ക്, ചേട്ടൻ അങ്ങനെ വല്ലതും ചെയ്യുമോടി എന്നുള്ള രീതി ബാമ ചോദിക്കുകയാണ്. എനിക്കറിയത്തില്ല, എന്തിനാ ഞാനിനി ഇവിടെ നിൽക്കുന്നത്, ഞാൻ പോകും, എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ പോകും, ഇനി ഞാൻ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി പുള്ളി അദ്ദേഹം വേറെ എന്ത് പരിപാടി കാണിച്ച് എന്നെ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഡൈവോഴ്സ് മേടിച്ച് കഴിഞ്ഞ് ഞാൻ അറോട് ചെയ്യിക്കും, ഈ മക്കളൊന്നും വിശ്വസിച്ച് ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞൊരു സീനാണ് നമ്മൾ. അടുത്ത സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി വീട്ടിലേക്ക് എത്തുവാണ്. അപ്പോഴത്തേക്ക് ആദ്യം കാണുന്ന സച്ചിയാണ്. സച്ചിയെ കാണുമ്പോഴത്തേക്കും സച്ചി ഡോറിൻ്റെ അവിടെ നിന്നിട്ട് പറയും, അകത്ത് കയറരുതെന്ന് പറയും, അവിടെ നിൽക്കാൻ പറയും. എന്താ നീ പറയുന്നതെന്ന് പറയുമ്പോൾ, നീ അവിടെ നിൽക്കി കയറിപ്പോരെന്നുള്ള രീതി ഇങ്ങനെ പറയുവാണ്. ഉടനെ കയറാതെ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് എല്ലാവരും വിളിച്ചു വരുത്തി. ഉടനെ നമ്മുടെ രവീന്ദ്രൻ തന്നെ, നീ ആരെയാണ് ഇങ്ങനെ കയറി വരേണ്ട, അകത്ത് കയറി വരണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എന്ന് നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി കാണുമ്പോഴത്തേക്ക് തന്നെ വല്ലാണ്ടൊരു ആഹാ പോയവരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ടല്ലോ, കൊള്ളാമല്ലോ, അടിപൊളിയാണല്ലോ, ഇപ്പോൾ ഇതാര് പറഞ്ഞിട്ടാണ് വന്നേ, നമ്മളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ലല്ലോ, ഭയങ്കര ജാടയും ഭയങ്കര അതായത് എന്നൊക്കെ ഉള്ള രീതി രവീന്ദ്രൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് തന്നെ എല്ലാവരും വരിക, പിള്ളേരെല്ലാം വരുമ്പോഴത്തേക്ക് ഇനിയിപ്പം അകത്തോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ചെറിയ പരിപാടി ഉണ്ടെന്നൊക്കെ പറയാം. കാരണം ഇപ്പം ശ്രുതി ഓടി വന്നിട്ട് അമ്മ ബാബാ അകത്തോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പറയും, അടാ കയറി അമ്മയോടെ പറഞ്ഞ കയറി പോരുന്ന സച്ചി പറയും. അതുകൊണ്ട് നീ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്നുള്ള രീതിയിൽ ശ്രുതി സച്ചിയോട് ചോദിക്കുമ്പോഴേ, നീ മിണ്ടായിരിക്കടാ, ഞാൻ പറയുന്നത് കേൾക്ക്, അവിടെ അമ്മ നിൽക്കാൻ പറഞ്ഞ്, അപ്പോൾ അമ്മയോട് അങ്ങനെ നിൽക്കാൻ പറയുമ്പോഴത്തേക്ക്, എന്തിനാടാ നീ ഇങ്ങനെ പറയുന്നത് പറയുമ്പോഴത്തേക്ക് രവിതയോട് പറയാം, നീ പോയി ആരതി തട്ട് എടുത്തോണ്ട് പറയാം. ആരതി തട്ട്, ഓ അതിനായിരുന്നു. അപ്പോൾ ആരതി തട്ട് എടുക്കാൻ അകത്തോട്ട് പോയി ഇത് വിളക്ക് കത്തിച്ചുകൊണ്ട് ആരതി വരുവാണ്. വിളക്ക് കത്തിച്ച് ആരതി എടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് 3 മരുമകളെ വിളിച്ചെടുത്തു. ഉടനെ രേവതി മാത്രം എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അവർ ചന്ദ്രമതി തടുക്കുന്നുണ്ട്. ഉടനെ പിന്നെ 2 പേരും കൂടെ നിർത്തി 3 പേരും കൂടി ചേർത്ത് എടുത്ത് നെറ്റിയിൽ ചന്ദനമൊക്കെ വെച്ച് അകത്ത് കയറ്റുന്നുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ സച്ചി പറഞ്ഞ വലതുകാല് തൊട്ട് അകത്ത് കയറണം, അതാണ് നല്ലതെന്ന് പറയാം. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന പറയുമ്പോൾ, അല്ല ഈ യുദ്ധത്തിനും പോറിനൊക്കെ പോകുന്ന ആൾക്കാരാണല്ലോ സാധാരണ, അവർ തിരിച്ചു വരുമ്പോഴത്തേക്കാണ് നമ്മൾ ആരതി എടുത്ത് ഒഴിഞ്ഞ് തിരിച്ച് വന്നല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ വഴക്കൊക്കെ ഇട്ട് പോയതല്ലേ, അപ്പോൾ അമ്മ ഒരു യുദ്ധം കഴിഞ്ഞ് വരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടായിരുന്നു പറഞ്ഞ് പിന്നെ ചെറുതായിട്ട് ഇനി കളിയാക്കി അകത്തോട്ട് വിളിക്കുകയാണ്. അകത്തോട്ട് വിളിച്ച്
കയറി വന്നിരിക്കണം. എല്ലാവരും കയറി നിന്നപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുന്നു, ഇത് നിനക്ക് ഇത്ര മനസ്സ് മാറാനുള്ള കാരണമൊക്കെ എന്താണെന്ന് ചോദിക്കുന്നത്. അതെന്താ ചെയ്യാനാ, ഈ പൂക്കാരിയുടെ കുടുംബം മുഴുവൻ വന്ന് എന്നോട് വന്ന് ക്ഷമ ചോദിച്ചില്ലേ, അതുകൊണ്ട് എനിക്ക് മനസ്സ് മാറിയെന്ന് പറയും. ഉടനെ വർഷ പറയുന്നുണ്ട്, വർഷമല്ല ശ്രീകാന്ത് ചോദിക്കും, അതിന് അമ്മ കേസ് പിൻവലിക്കുന്ന മുമ്പ് തന്നെയാണല്ലോ, അല്ല കേസാണല്ലോ ആദ്യം പിൻവലിച്ച്, അത് കഴിഞ്ഞിട്ടാണല്ലോ ഇവർ ക്ഷമ പറയാൻ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ ബപ്പ വെച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ചന്ദ്രമതി. ചന്ദ്രമതി അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതല്ല, നിങ്ങളുടെ അച്ഛനും വന്നല്ലോ, അച്ഛനും വന്ന രവിയേട്ടനും വന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ആലോചിച്ചു, വല്ലവരും ചെയ്ത തെറ്റിന് എന്തിനാണ് ഞങ്ങൾ രണ്ട് വേർവിട്ട് നിൽക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയാം, എന്തായാലും കൊള്ളാം, ഇനിയിപ്പം മാത്രമല്ല അമ്മയ്ക്ക് അവിടെ ഇരുന്നിട്ട് ബോറടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ വഴക്കിടാൻ ആരും ഇല്ലല്ലോ. അവിടെ ആകുമ്പോഴത്തേക്ക് ബാമാൻറ്റി എന്നെ പറഞ്ഞെന്ന് ഞാൻ കേട്ടോണ്ടിരിക്കത്തുള്ളൂ, വഴക്കൊന്നും എടുത്തില്ല, കേട്ട് സഹിച്ചിരിക്കുന്നുള്ളൂ, അല്ലാതെ ബാമാൻറ്റി എതിർത്തൊന്നും പറയത്തില്ല എന്ന് പറയണം. പിന്നെ എന്നാ പറ്റിയെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഇപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴും കുഴപ്പമില്ലല്ലോ, എന്നോട് വഴക്കിടാം, എനിക്ക് മറ്റേ സുപ്രഭാതം കേൾക്കത്തില്ല, ഡെയിലി രാവിലെ സുപ്രഭാതം കേൾക്കുന്ന പോലെ അമ്മയുടെ വായിൽ നിന്ന് എനിക്ക് ഡെയിലി നന്നായിട്ട് കേൾക്കാൻ പറ്റും, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കൂർമ്മിച്ച് നോക്കുന്നുണ്ട്. അതത് നോക്കുവാണ്. അത് കഴിഞ്ഞ വർഷം പറയുവാണ്, എന്താണ് ആൻറ്റി വന്നത് നന്നായി, പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അന്ന് ആൻറ്റി പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഭർത്താവിനോട് ഞാൻ വഴക്കിട്ട് വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഇനി വീട്ടിൽ വന്നേക്കരുതെന്നാണ് പറഞ്ഞ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി എടുത്ത് പറയുക, അതെ വർഷം നിന്നോട് പറയാൻ വേണ്ടി നിൻ്റെ അമ്മായിമ്മ ഇവിടെ ഉണ്ടായിരുന്നേ, ഇനിയിപ്പം അമ്മയോട് പറയണമെന്നുണ്ട് അമ്മയുടെ അമ്മായിമ്മ നാട്ടിൽ നിന്ന് വരണം എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത കളിയാക്കുവാണ്. അമ്മ ശ്രുതി പറയണേ, അമ്മ ഇനി പോകരുത് കേട്ടോ, അമ്മ ഇനി വഴക്കിട്ടൊന്നും പോകരുത്, അമ്മ മാമാൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് തന്നെ ഞാൻ അതിൻ്റെ പുറകെ വരാൻ വേണ്ടി തന്നെ എത്ര ദിവസം വണ്ടിക്കൂലി മുടക്കി എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ നോക്കുന്നുണ്ട്. അണ്ണ സച്ചി പറഞ്ഞേ, ഇവനിക്ക് ഇത്ര ഉള്ളു, കാരണം വണ്ടിക്കൂലി മുടങ്ങിയതാണ് ഇവൻ്റെ വിഷയം, അല്ലാതെ അമ്മയോടുള്ള സ്നേഹം കൊണ്ടൊന്നും വന്നതല്ല എന്നുള്ള ഇത് ശ്രുതി പറയുന്നുണ്ട്. അമ്മ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയുവാണ്, അതെ അവൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഇതെല്ലാം പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വന്ന ഒരു തന്നെ, ഇവനിപ്പോൾ ഒന്ന് പോടാവേ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഉടനെ ശ്രുതിയുടെ ചിന്താഗതി വേറെ ഒന്നുണ്ട്. ശ്രുതി എങ്കിൽ ഇത് ഇത്ര ഇങ്ങനെ സംഭവിക്കാൻ കാരണം തന്നെ, എന്തുകൊണ്ട് ഇവർ പിൻവലിച്ചു, കേസ് പിൻവലിച്ചു, എന്തുകൊണ്ടാണ് ആരും പറഞ്ഞൊന്നും കേൾക്കാത്ത ഒരു വ്യക്തിയാണ് ഇവർ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പിൻവലിച്ചു എന്ന് നിൽക്കുന്നൊരു സീനാണ് നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. അപ്പോൾ അതിന് വ്യൂവേഴ്സ് നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോ, അതായത് വരാനിരിക്കുന്ന സ്റ്റോറി ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.